ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ വന്നോ? നമ്മുടെ അവിടെ മഴയൊക്കെ വന്നിക്കണ്. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഇട ദിവസങ്ങളിലൊക്കെ മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിണറിലൊക്കെ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലുമാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ ഒന്ന് എല്ലാവിടെയും ഒന്ന് തട്ടിക്കൊട്ടാൻ വെച്ചിട്ടാട്ടോ. നമ്മുടെ അല്ലൂസും അങ്കൂസും ഒക്കെ മദർസയ്ക്ക് പോയിക്കുക കേട്ടോ. അവരൊക്കെ വരുമ്പോഴത്തേനും ഇവർ ഈ സെറ്റികളൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ അടിയിലത്തെ പൊടി നല്ല പൊടി പിടിച്ചിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെ ഒന്ന് തുടച്ചിടണം. അതാണിപ്പോൾ ഇന്നത്തെ മെയിൻ പണി. അപ്പോൾ എല്ലാവിടെയും ഒന്ന് അപ്പോൾ ഓരോ ഭാഗം വൃത്തിയാക്കി കുറച്ച് വൃത്തിയാക്കി വരിക കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പുറത്തെ സെറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഉണ്ട് കാറിൽ പെയിൻ്റൊക്കെ മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കണത്. ഇത് ആരുടെ പണിയാന്ന് പറഞ്ഞോ? നമ്മുടെ അല്ലുവിൻ്റെ പണിയാട്ടോ. അപ്പോൾ ഇത് കറുത്ത കാറാട്ടോ, നല്ല വൃത്തിയുള്ള കാറാട്ടോ. അതിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഇത് ഞാൻ പെയിൻറ്റിങ്ങിന് വേണ്ടി മേടിച്ച് വെച്ച പെയിൻ്റാട്ടോ. മൂപ്പര് എപ്പോഴും സ്ഥിര പരിപാടിയാണ്. ഇങ്ങനെ പെയിൻ്റൊക്കെ ഞാൻ മേടിച്ച് വെച്ചതിനൊക്കെ എടുത്ത് അടിക്കും. ആ കാര്യം കഴിഞ്ഞ് ടൈറ്റാക്കി ഡപ്പി മൂടി വെക്കില്ല. ആ പെയിൻറ്റ് കട്ട പിടിക്കും കേട്ടോ. എന്നിട്ട് സ്ഥിരമായിട്ട് എനിക്ക് വിൽക്കാനും ചീത്തയും കേൾക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സെറ്റ്, അപ്പോൾ നമ്മൾ സെറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ ഒന്ന് പൊടിയൊക്കെ തട്ടിക്കൊട്ടണം വിചാരിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ സെറ്റിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ജനലൊക്കെ നല്ല അത്യാവശ്യം പൊടിയുണ്ട് കേട്ടോ. പിന്നെ അടിയിലും നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടണം. അപ്പോൾ ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഒന്ന് കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ ശരി എന്നാന്ന് പറഞ്ഞിട്ട് ഇതിന് നിന്നതാട്ടാ. അല്ലെങ്കിൽ ഓരോ ദിവസം അങ്ങോട്ട് ശരി നാളെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ മറ്റന്ന് വൃത്തിയാക്കുക, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുക കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ശരി വൃത്തിയാക്കിയിട്ടുള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെനക്കെട്ട് നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലൂസും അങ്കൂസും ഒക്കെ താഴെ വന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തിക്കണ് രാവിലത്തെ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ പുതപ്പൊക്കെ തീരുമണ ദിവസമാട്ടാ. അപ്പോൾ ആ പുതപ്പൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് മെഷീനിലിട്ടിട്ട് അങ്ങോട്ട് അത് ഒക്കെ സെറ്റായി വരുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ വേഗം കഴിച്ച് വെക്കാമല്ലോ. നമ്മൾ താഴെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പത്തിന് നമ്മുടെ അല്ലൂസും അങ്കൂസൊക്കെ വന്നിട്ട് ഞങ്ങൾ വേലയ്ക്ക് വരട്ടേന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല വേണ്ട, അവിടെ തുടച്ചിട്ടിക്കണം, ഉണങ്ങിയിട്ട് വന്നാൽ മതിയെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞുകൊണ്ട് ഉണങ്ങിയപ്പോൾ വേഗം വന്ന് കമ്പ്യൂട്ടറൊക്കെ കാണാതിരിക്കുക കേട്ടോ. അപ്പോൾ ശരിയാന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് തേക്കാനൊക്കെ ഉണ്ടായിരുന്നു, കല്യാണമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എന്താണ് തേക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ച് പിന്നെ ഞാൻ അങ്ങനെ പോയി റെഡിയൊക്കെ ആയിട്ടും അങ്ങനെ വന്നു കേട്ടോ താഴേക്ക്. അപ്പോൾ ഉണ്ട് അപൂർവ കാഴ്ച, നമ്മുടെ ഇപ്പക്കുറുമ്പി തലയെല്ലാം കെട്ടി സുന്ദരി കുട്ടിയായിട്ട് ഉടുപ്പാട്ടോ ഒന്ന് ഇട്ടിക്കണ്, അല്ലെങ്കിൽ ഷർട്ടാ ഇടുക ആള്. ഞാൻ അങ്ങനെ എന്താണ് ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ടാ ഇടാന്ന് അപൂർവ കാഴ്ച കേട്ടോ, ഇങ്ങനെ ഒരുങ്ങി നിൽക്കണ്. അപ്പോൾ നമ്മുടെ ഇപ്പക്കുറുമ്പിയൊക്കെ അപ്പുറത്തിരിക്കണ്. നമ്മുടെ അല്ലൂസ് ഫോൺ നോണ്ടിയിരിക്കണ്. ഒരിക്കൽ ചെരുപ്പ് ഷൂ ഇട്ട് പിന്നെ അത് അഴിച്ച് വെച്ച് പിന്നെ വന്ന് ഫോൺ നോണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കു ഷൂ ഒക്കെ ഇടുന്ന തിരക്കില്ല. പിന്നെ അവിടുന്ന് അങ്ങനെ എല്ലാവരും അങ്ങനെ റെഡി ആയപ്പോൾ പിന്നെ കല്യാണത്തിന് പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവക്കുറുമ്പി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇരിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല അത്ര, ഇങ്ങനെ നിൽക്കുക അത്ര. ശരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കവളിനിട്ടിട്ട് വെറുപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നല്ല കാർമയൊക്കെ അങ്ങനെ ഇരുണ്ടുകൂടി വന്ന് നിൽക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ തുള്ളി ഇടുന്നത്. അപ്പോൾ ശരി എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഞാൻ. അപ്പോൾ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഓരോ തുള്ളി ഇങ്ങനെ ഇടണം. പിന്നെ ചെറുതായി മഴ കൂടി വന്നു. പിന്നെ നല്ല അങ്ങോട്ട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ മഴനൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു. എന്തായാലും കുറേ ആയല്ലോ അല്ലേ നല്ലൊരു മഴയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇപ്പോൾ 2-3 ഇടയിൽ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ മഴ കിട്ടുന്നുണ്ട് വൈകുന്നേരം. അപ്പോഴേ നമ്മുടെ അല്ലൂസിനൊരാഗ്രഹം ജ്യൂസ് കുടിക്കണത്ര നല്ല മഴ പെയ്യണ ഇടയിൽ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഓറിയും ബൂസ്റ്റും ഇട്ടിട്ട് ഒരു പാലൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് ആ ജ്യൂസ് ശരി എന്ന് പറഞ്ഞിട്ട് അല്ലൂസിനും അങ്കൂസിനും കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. പിന്നെ അവർക്കൊക്കെ കൊടുത്ത് കുറച്ച് നേരം മുമ്പിൽ പോയി നിന്നപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ തോർന്നു വരുന്നുണ്ട്. ഇടയ്ക്ക് കൂടുന്നുണ്ട്, ഇടയ്ക്ക് കുറവാകുന്നുണ്ട്, ഇടയിൽ നല്ല മിന്നലും ഉണ്ട്.
അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്ന് മഴനൊക്കെ ഒന്ന് ആസ്വദിച്ചൊന്ന് നിന്നു കേട്ടോ മുമ്പിൽ. അപ്പം ഇങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് പിന്നെ ഇങ്ങനെ നമ്മുടെ മഴയൊക്കെ മെല്ലെ 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 കുറവായി വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താണ് നമ്മുടെ അങ്കു പറയുന്നുണ്ട് കുട എടുത്തിട്ട് വരട്ടെ നനയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ നമ്മുടെ അങ്കുവിൻ്റെ പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക കേട്ടോ, എഴുതാനുള്ളത് എഴുതുകയാണ്. അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് എഴുതും കേട്ടോ നമ്മുടെ മൂപ്പര്. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇനി കാണും വരക്കും ടാറ്റാ.